പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും ദൈവവചനം ധ്യാനിക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ടിരിക്കുന്ന സമയത്ത് ചില മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശു ഒന്ന് തൊടണം, അനുഗ്രഹിക്കണമെന്ന്. പക്ഷേ ശിഷ്യന്മാർക്ക് അതൊരു ഇറിറ്റേഷനായി. ശിഷ്യന്മാരതിന് സമ്മതിച്ചില്ല. മാത്രമല്ല, അവരെ ശാസിച്ചു പറഞ്ഞു വിടുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ടിരുന്ന യേശു കർത്താവ് വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യേശു കർത്താവിന് അത് ഇഷ്ടമായില്ല. യേശു കർത്താവ് അവരെ തിരിച്ചു വിളിപ്പിച്ചിട്ട് ശിഷ്യന്മാരെ ശാസിച്ചു. അവരെ അത് ചെയ്തത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞിട്ട് മർക്കോസ് 10:16 ഇങ്ങനെയാണ് പറയുന്നത്, പിന്നെ അവൻ, അതായത് യേശു, അവരെ, അതായത് കുഞ്ഞുങ്ങളെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. യേശു എന്താ ചെയ്തത്? കുഞ്ഞുങ്ങളെ അണച്ചു, അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. ഈ ഒരു സംഭവത്തിൽ കൂടെ ശിഷ്യന്മാരോട് യേശു ഒരു വലിയ സത്യം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. ശിഷ്യന്മാർ എന്തുകൊണ്ടായിരിക്കും യേശുവിൻ്റെ ആ മിനിസ്ട്രിയുടെ ഇടയിൽ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നപ്പം എന്തിനാ അവരെ തടസ്സപ്പെടുത്തിയത്, അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത്? ഒരുപക്ഷെ അവർ ചിന്തിച്ചത് ഇതായിരിക്കും, യേശു കർത്താവ് എന്തു വലിയ മിനിസ്ട്രിയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തു വലിയ ടീച്ചിങ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, ഇത്രയും വലിയ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് പ്രാപ്തിയില്ലല്ലോ. അതിൻ്റെ ഇടയിൽ ഇവരെ ഒന്ന് തൊടുക, അനുഗ്രഹിക്കുക, ഇത് ഇത്ര വലിയ കാര്യമാണോ അല്ലേ? അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ആയിരിക്കും ചിന്തിച്ചത്. പക്ഷേ യേശു കർത്താവ് അത് കറക്റ്റ് ചെയ്തു. യേശു കർത്താവിന് അറിയായിരുന്നു ആ പ്രതീക്ഷയുമായിട്ട് കടന്നു വന്ന കുഞ്ഞുങ്ങളുടെ മനസ്സും അവരുടെ മാതാപിതാക്കളുടെ വികാരവും. യേശു കർത്താവ് പഠിപ്പിച്ചു കൊടുത്തത് ഇതാണ്, എല്ലാവർക്കും അവരുടേതായ ആഗ്രഹങ്ങൾ, അവർക്ക് ഫീലിങ്സ് എല്ലാം ഉണ്ട്. അവരെയും നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കണമെന്ന് ആ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ആക്ച്വലി ആ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അപ്പോസ്തലനായ പത്രോസ് അനേക നാളുകൾക്ക് ശേഷം ഒരു ലേഖനം, താനൊരു അപ്പോസ്തലനായി ലേഖനം എഴുതുമ്പം ഇങ്ങനെ എഴുതി, 1 പത്രോസ് 2:17 ഇങ്ങനെയാണ് പറയുന്നത്, റെസ്പെക്റ്റ് എവ്രി വൺ, എല്ലാവരെയും ബഹുമാനിക്കുക. ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഇതാണ്, റെസ്പെക്റ്റ് എവ്രി വൺ. 1 പത്രോസ് 2:17 ഒന്ന് പറഞ്ഞേ, റെസ്പെക്റ്റ് എവ്രി വൺ, എല്ലാവരെയും ബഹുമാനിക്കുക. റെസ്പെക്റ്റിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് ഡീപ്പ് അഡ്മിറേഷൻ ഫോർ സമ്മൺ ഓർ സംതിങ് എലിസിറ്റഡ് ബൈ ദെയർ എബിലിറ്റീസ്, ക്വാളിറ്റീസ് ഓർ അച്ചീവ്മെൻറ്റ്സ്. അതായത് നമുക്ക് എപ്പോഴാണ് ബഹുമാനം സാധാരണ ഒരു വ്യക്തിയോട് തോന്നുന്നത്? ഒരാളുടെ കഴിവുകൾ കാണുമ്പം, നേട്ടങ്ങൾ കാണുമ്പം അല്ലേ, അല്ലെങ്കിൽ അവരുടെ ചില ഗുണങ്ങൾ കാണുമ്പം. അങ്ങനെ തന്നെ ഡെഫിനേഷനിൽ പറയുന്നത്, അങ്ങനെ കാണുമ്പോഴത്തേക്ക് ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു വലിയ ഒരു അഡ്മിറേഷനാണ് അത്. എന്തൊരിത്, അപ്പോൾ ഒരു ബഹുമാനം നാച്ചുറലി ഇങ്ങനെ പൊങ്ങി വരും അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു ഡെഫിനേഷനും കൂടെ ഇങ്ങനെ കാണാം, ഡ്യൂ റിഗാർഡ് ഫോർ ദ ഫീലിങ്സ്, വിഷസ് ഓർ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. മറ്റൊരു വ്യക്തിക്ക് അവരുടെ ഫീലിങ്സ്, അവരുടെ വികാരങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ അവകാശങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായ പരിഗണന കൊടുക്കുന്നതും റെസ്പെക്റ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഡെഫിനിഷൻസ് കണ്ടു. പക്ഷേ വേദപുസ്തകം ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഇതാണ്, റെസ്പെക്റ്റ് എവ്രി വൺ. എന്നാൽ അത് പോസിബിൾ ആണോ? പലപ്പോഴും അത് നമുക്ക് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രൈഡ് പ്രിവെൻറ്റ്സ് പീപ്പിൾ ഫ്രോം റെസ്പെക്റ്റിംഗ് അതേഴ്സ്. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരമുണ്ടല്ലോ, അതായത് ഇന്ന വ്യക്തികളെക്കാൾ ഞാൻ മെച്ചമാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ മുകളിലാണ് എന്നൊക്കെയുള്ള ചിന്തകളുണ്ടല്ലോ, ആ ഒരു അഹങ്കാരം മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്താറുണ്ട്. ഇത് ഇത്ര വലിയൊരു പ്രോബ്ലം ആണോ എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഒരു വ്യക്തി മറ്റൊരാളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ബഹുമാനിക്കാതിരുന്നാൽ അവർക്ക് തോന്നുന്ന വികാരങ്ങൾ എപ്പോഴെങ്കിലും ബഹുമാനിക്കപ്പെടാതെ തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു കുടുംബത്തിൻ്റെ ഒരു ഫംഗ്ഷന് ചെന്നപ്പം നിങ്ങളെ ബഹുമാനിച്ചില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അവഗണിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഒരു അവഗണന നേരിട്ടിട്ടുണ്ടോ? സ്കൂളിൽ
അങ്ങനത്തെ എന്തെങ്കിലും ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർ, അല്ലെങ്കിൽ ഓഫീസിൽ അപമാനിക്കപ്പെട്ടവർക്കേ അതിൻ്റെ വേദന അറിയുള്ളൂ, റെസ്പെക്റ്റ് കിട്ടാതിരുന്നപ്പം. എന്താണെന്നറിയാമോ ഇത് ഇത്ര ഇഷ്യൂ ആവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ അവർക്ക് പല വികാരങ്ങളും മനസ്സിലുണ്ടാകാം. വെൻ ഡിസ്റെസ്പെക്റ്റഡ്, മറ്റൊരാൾ ബഹുമാനിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ കിട്ടേണ്ട ബഹുമാനം കിട്ടാതിരിക്കുമ്പോൾ ആളുകൾക്ക് പല ഫീലിങ്സ് തോന്നാം. ഒന്ന്, അവർക്ക് ഹേർട്ടായിട്ട് തോന്നാം, മനസ്സിൽ വേദന ഉണ്ടാകും. കിട്ടേണ്ട ബഹുമാനം കിട്ടാതെ വരുമ്പം വേദന തോന്നും. നമ്മൾ ക്രിസ്തു ശിഷ്യർ മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ളവരല്ല, അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിക്ക് അവരെ റെസ്പെക്റ്റ് കിട്ടാതെ വരുമ്പോൾ അവർക്ക് വേദന തോന്നും, അവരുടെ ഉള്ള് നോവും. രണ്ട്, അവർക്ക് ദേഷ്യം വരാം, അല്ലേ, ആങ്കർ. ആ കിട്ടേണ്ട ബഹുമാനം കിട്ടാതിരിക്കുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് വലിയ ദേഷ്യം വരാം, അല്ലേ. അതുപോലെ അവർക്ക് എംബ്രാസ്ഡ് ആയിട്ട് തോന്നാം, ലജ്ജ തോന്നാം, അയ്യോ ഞാൻ അങ്ങ് ചെറുതായി പോയ പോലത്തെ ഒരു തോന്നൽ. അതുപോലെ ആൻസൈറ്റി വരാം. ആൻസൈറ്റിയും ടെൻഷനും എന്താണെന്നറിയാമോ, ഒരു സ്ഥലത്ത് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ സ്ഥലത്തോട്ടൊന്ന് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ കയറുന്ന പോലെയൊക്കെ തോന്നാം. സോ നമ്മൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഈ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ. ഒരാൾ ബഹുമാനിക്കപ്പെട്ടില്ല, മറിച്ച് അപമാനിക്കപ്പെടുകയാണെങ്കിൽ അത് മറ്റൊരു വ്യക്തിയുടെ അവരുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അവരെ അങ്ങനെ ഒരു അവസ്ഥയിലാക്കുവാനോ വിളിക്കപ്പെട്ടവരല്ല. നമ്മളുടെ ഇന്നത്തെ മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്താണെന്നറിയാമോ, യേശുവിൻ്റെ ശിഷ്യരായിട്ടുള്ളവർക്ക് കർത്താവായ യേശു തൻ്റെ സെർമൺ ഓൺ ദ മൗണ്ടിൽ പറഞ്ഞൊരു വാചകമുണ്ട്. അതിൻ്റെ ആ വാക്കുകളൊന്ന് ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. സഹോദരനോട്, യേശു പറഞ്ഞ വാക്കാട്ടോ ഇത്, സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും, മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇത് മറ്റാരും പറഞ്ഞല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യം. സഹോദരനോട് നിസ്സാര, റാക്ക, തലയിൽ ഒന്നുമില്ലാത്തവനെ എന്നുള്ള രീതിയിൽ അവരുപയോഗിക്കുന്ന ഒരു പദമായിരുന്നു അത്. ആ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പം മറ്റേയാൾക്ക് എന്തോരം വേദന ഉണ്ടാകും, എന്തോരം അപമാനിക്കലാണ്. അപ്പം കർത്താവ് പറയണ അതൊരു നിസ്സാര കാര്യമായിട്ടല്ല പറയുന്നത്. അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ന്യായാധിപ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അതുപോലെ മൂഢ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് അത് കർത്താവ് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ്. എന്നാൽ നമ്മൾ ക്രിസ്തുവിശ്വാസികൾ ഇതിനെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചിട്ടുണ്ടോ? വേണ്ട. നമ്മൾ ഓരോരുത്തരും പരിഗണിക്കാറുണ്ടോ ഈ ഒരു കമാൻഡ് എന്നൊന്ന് നോക്കാം. യേശു കർത്താവ് ഇത് പഠിപ്പിക്കുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കി. പ്രത്യേകിച്ച് താൻ ജീവിച്ച കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, യഹൂദ പശ്ചാത്തലത്തിൽ, അന്ന് ആളുകൾ ബഹുമാനം കൊടുക്കാതിരുന്നവരെ ബഹുമാനിച്ച് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് യേശു കർത്താവ്. നമുക്കൊന്ന് നോക്കാം. സാധാരണ പൊസിഷനിലുള്ളവരെയൊക്കെ എല്ലാവരും ബഹുമാനിക്കുമല്ലോ. യേശു കർത്താവ് ബഹുമാനിച്ചെന്ന് ബൈബിളിൽ തന്നെ കാണുന്ന രേഖകളുള്ള ചില കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ജീസസ് റെസ്പെക്റ്റഡ് ദ പുവർ. കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞു, എളിയവരോട് സദ്വർത്തമാനം അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അല്ലേ. യേശുവിൻ്റെ മിനിസ്ട്രിയിൽ പാവപ്പെട്ടവർ, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ടവരോട് ഏറ്റവും ഒരു കരുണ, കമ്പാഷൻ യേശു കർത്താവ് കാണിച്ചായിട്ട് നമുക്ക് കാണാം. യേശുവിൻ്റെ ആ പ്രസംഗം കേൾക്കാനായിട്ട് 3 ദിവസം വന്നിരുന്നവർ, അവർ തിരികെ പോകാൻ നേരത്ത് അവർക്ക് വയറ് നിറച്ചു ഭക്ഷണം കൊടുക്കണം. അതൊരു ബേസിക് നീഡായിരുന്നു അന്ന്. അത് കൊടുക്കണമെന്ന് യേശു കർത്താവ് ഉറപ്പുവരുത്തി. അവരോടുള്ള പരിഗണനയാ. കുഞ്ഞുങ്ങളുമായിട്ട് വന്നിരിക്കുന്നവരെ നോക്കിയപ്പം യേശു കർത്താവിന് അത് ചെയ്യാതിരിക്കാനായിട്ട് തോന്നിയില്ല. യേശു അത് ചെയ്തു. അവരെ വയറ് നിറച്ചാ വിട്ടത്. അത് മാത്രമല്ല, പല ഇൻസിഡൻസ് ഉണ്ട്. യേശു കർത്താവ് അവിടെ ശ്രീഭണ്ഡാരത്തിലെ ആളുകൾ അന്ന് ഓഫറിങ്സ് ഇടുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് ഓഫറിങ്സ് ഇടുന്നത് എല്ലാവർക്കും കാണാം. അപ്പം ഈ ധനവാന്മാരായിട്ടുള്ളവരൊന്ന് ഓഫറിങ് ഇടുമ്പം അതിൻ്റെ നാണയത്തിൻ്റെ ശബ്ദം വലുതായിരിക്കും,
പല പ്രാവശ്യം കിലുക്കം കേൾക്കാം, പക്ഷേ അതൊക്കെ എല്ലാവരും നോട്ട് ചെയ്യും. പക്ഷേ യേശു കർത്താവ് നോട്ട് ചെയ്തത് ഒരു ദരിദ്രയായ വിധവ ഇട്ട 2 ചില്ലിക്കാശിനെ, അതിനെ യേശു കർത്താവ് പ്രകീർത്തിച്ചല്ലേ, ആ ഒരു മനസ്സിനെ. അപ്പോൾ യേശു കർത്താവ് ഹി റെസ്പെക്റ്റഡ് പുവർ. ഇത്രയാണോ കൊണ്ടിടുന്നതെന്ന് അങ്ങനെയല്ല യേശു കർത്താവ് ചിന്തിക്കുന്നത്. യേശു കർത്താവ് ബഹുമാനിച്ചു, പാവപ്പെട്ടവരെ ബഹുമാനിച്ചു. 2, നമുക്കൊന്ന് നോക്കാം, ജീസസ് റെസ്പെക്റ്റഡ് വിമൻ. ഇന്നത്തെ കാലത്ത് നമുക്കത് കേൾക്കുമ്പം അത് വലിയ കാര്യമായിട്ട് തോന്നത്തില്ല. പക്ഷേ യേശു ജീവിച്ച കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് യേശു കർത്താവ് ബഹുമാനിച്ചത് അതൊരു വലിയ കാര്യമായിരുന്നു. കാരണം യേശു അന്ന് ആ സമൂഹത്തിൽ ഒരു റബ്ബിയാണ്. യേശുവിൻ്റെ കാലത്ത് ജീവിച്ച റബ്ബിമാരാരും തന്നെ അവരുടെ കുടുംബത്തിലുള്ള സ്ത്രീകളല്ലാതെ പുറത്തുള്ളവരോട് അധികം ഇടപെടുകയോ അതുപോലെ അവരുടെ പഠിപ്പിക്കാനോ ഒന്നും തയ്യാറായില്ല. പക്ഷേ യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ നമ്മൾ കാണുന്നുണ്ട്, യേശുവിനോടും അപ്പോസ്തലന്മാരോടും ഒപ്പം സഞ്ചരിച്ച അവരുടെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്ത സ്ത്രീകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രമല്ല യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച മറിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഹി ഗേവ് റെസ്പെക്റ്റ്. ആ ഒരു സ്ത്രീക്ക് ഒരു ബഹുമാനം കൊടുത്തല്ലേ. അതുപോലെ നമ്മൾ നോക്കിയേ, ശമരിയ എന്ന പട്ടണത്തിൽ ശമരിയക്കാർ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാ. അവർ ആ റേസിനെ അവർ വെറുത്തിരുന്നു, ശമരിയക്കാരെ. അതിൻ്റെ കാരണങ്ങളും നമുക്കറിയാം. പക്ഷേ യേശു കർത്താവ് ഒരു യഹൂദൻ ശമരിയ പട്ടണത്തിലൊന്നും കയറാൻ ഇഷ്ടപ്പെടത്തില്ല. അവർ കഴിയുന്നതും ആ പട്ടണത്തിൽ കൂടെ യാത്ര ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. പക്ഷേ യേശു അവിടെ വരിക മാത്രമല്ല, ആ ശമരിയ പട്ടണത്തിൽ ഒരു കിണറിൻ്റെ അടുത്തിരുന്ന് അവിടെ ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വന്ന ഒരു സ്ത്രീയോട് ദൈവിക വിഷയങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ വായിക്കാറുണ്ട് അല്ലേ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, അതും വലിയ തിയോളജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറയുന്നത് കാണാം. എത്ര റെസ്പെക്റ്റോടെയാണ് യേശു കർത്താവ് ആ ശമരിയ സ്ത്രീയോട് സംസാരിച്ചത്. ആ സ്ത്രീ തന്നെ ചോദിക്കുന്നുണ്ട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട്, അതും ഈ സ്ത്രീയോട് സംസാരിക്കുന്നത് എന്ത്? ഒന്ന് ശമരിയക്കാരിയാണെന്നുള്ളൊരു റീസൺ, 2 സ്ത്രീയുമാണ്. എന്നിട്ടും യേശു കർത്താവ് അവളോട് അത്രയും സമയം സംസാരിക്കുക. ആക്ച്വലി യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും അത് കണ്ട് അത്ഭുതപ്പെട്ടു പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അതുമാത്രമല്ല, യേശു കർത്താവ് ഹി റെസ്പെക്റ്റഡ് ചിൽഡ്രൻ. യേശുവിൻ്റെ ടീച്ചിങ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കുഞ്ഞുങ്ങൾ വലിയ മിനിസ്ട്രി നടക്കുമ്പം ഒരു ശല്യമാണോ എന്നുള്ളതായിരിക്കാം ആ ശിഷ്യന്മാരെ അവരെ തടസ്സപ്പെടുത്താൻ പ്രേരിപ്പിച്ചത്. പക്ഷേ ഓരോ കുഞ്ഞിനും വികാരമുണ്ട്, അവർക്കും ഫീലിങ്സ് ഉണ്ട്, അവർക്കും ആഗ്രഹങ്ങളുണ്ട്, അവർക്കും ഒപ്പീനിയൻസ് ഉണ്ട്. യേശുവിൻ്റെ ഈ പ്രവൃത്തി നമ്മളെ ഒന്ന് റീതിങ്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കട്ടെ. ഹി റെസ്പെക്റ്റഡ് ചിൽഡ്രൻ. അവരെ അണച്ചു എന്നാണ് പറയുന്നത്. തൻ്റെ പബ്ലിക് മിനിസ്ട്രി 3.5 വർഷമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇതിനൊന്നും സമയമില്ല, അതല്ല. ഹി ഫൗണ്ട് ടൈം ആ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കാൻ. അതൊരു റെസ്പെക്റ്റിൻ്റെ ഭാഗമല്ലേ. നമ്മളൊരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക, അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കുക അല്ലേ, അവർക്ക് വേദനിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതെല്ലാം റെസ്പെക്റ്റിൻ്റെ ഭാഗം അല്ലേ. ഇനി നോക്കിയേ, ജീസസ് റെസ്പെക്റ്റഡ് ഔട്ട്കാസ്റ്റ്. സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചവരോടും യേശു കർത്താവ് റെസ്പെക്റ്റ് കാണിച്ചു. അന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പ് ചിന്തിച്ചല്ലേ, ടാക്സ് കളക്ടേഴ്സ് അല്ലേ മത്തായിയോട് ഇടപെട്ടു, സക്കായിയോട് ഇടപെട്ടു. മത്തായി യേശുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മത്തായി തൻ്റെ വീട്ടിലൊരു വലിയ വിരുന്ന് കഴിച്ചു. അവിടെ ഉണ്ടായിരുന്നത് മത്തായിയെപ്പോലെ തന്നെ ചുങ്കക്കാരും പാപികളും എന്ന സമൂഹം മുദ്രകുത്തിയ ആൾക്കാരായിരുന്നു. പക്ഷെ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അതിൻ്റെ പേരിൽ യേശു പരിഹസിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പം ഹി റെസ്പെക്റ്റഡ് ദം. അവർ പറയുന്നത് കേൾക്കാനും, അതുകൊണ്ട് കളിയാക്കി വിളിച്ചല്ലേ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതന്ന്. പക്ഷേ യേശു കർത്താവ് എത്ര വലിയൊരു മാതൃകയാണ് കാണിച്ചേ. വേർതിരിവില്ലാതെ മനുഷ്യനെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചല്ലേ. ഇനിയും നമ്മൾക്ക് എങ്ങനെയാണ് മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യാൻ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാവരും ആരെങ്കിലുമൊക്കെയോ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ചില ക്രൈറ്റീരിയാസ് ഉണ്ടാവും. ചില കഴിവുകൾ കണ്ടിട്ടോ, ചില നേട്ടങ്ങൾ കണ്ടിട്ടോ, അല്ലെങ്കിൽ നമുക്ക് ചില ഇഷ്ടങ്ങൾ തോന്നുന്നുണ്ടൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾക്ക് ഫെലോ ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ തലയിൽ എന്താണോ ഇരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പറ്റുള്ളൂ. ഒരു കാസിലിൻ്റെ പിക്ചർ കാണിച്ചു തരാം. ഈ കാസിലിൻ്റെ പേര് ഹാർത്തീം കാസിൽ എന്നാണ്.
ഹാർത്തീം കാസിൽ വന്നോ? ഓക്കെ, ഇത് ഓസ്ട്രിയയിലുള്ളൊരു കാസിലാണ്. നിങ്ങൾക്കിത് കണ്ടപ്പോൾ എന്ത് തോന്നി? പ്രിസർവ് ചെയ്തിരിക്കുന്ന പഴയ ഒരു കെട്ടിടം അല്ലേ? ടൂറിസ്റ്റുകൾക്കൊക്കെ പോയി കാണാൻ. അതെ, ഇന്നും ആൾക്കാർ പോയി കാണാറുണ്ട്. പക്ഷേ ഈ ഒരു കാസലിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഇറ്റ്സ് എ റിമൈൻഡർ ടു ജനറേഷൻസ്. എന്തിനെക്കുറിച്ചാണെന്നറിയാമോ? അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ കാലത്ത് നാസി ജർമ്മനി, ആ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ പ്രൊമോട്ട് ചെയ്ത ഐഡിയോളജി നമുക്കറിയാമല്ലോ. ദ സുപ്പീരിയർ റേസ്, നാസികളായിട്ടുള്ള ജർമ്മൻ ആൾക്കാർ, അവരാണ് ഏറ്റവും ഉയർന്ന റേസ്, എല്ലാവരേക്കാളും ഞങ്ങൾ സുപ്പീരിയർ ആണെന്നുള്ള ഒരു ചിന്ത അല്ലേ? ആ ഐഡിയോളജി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഇവരാണ് ഏറ്റവും സുപ്പീരിയർ എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞപ്പം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരാശയമാണ്, അപ്പം ഞങ്ങളുടെ ഇടയിലുള്ളവരെല്ലാം ഭയങ്കര മിടുക്കരായിരിക്കണം അല്ലേ? സുപ്പീരിയർ റേസ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം ഞങ്ങൾ എല്ലാവരേക്കാളും. അപ്പം നോക്കിയപ്പം മറ്റൊരു പ്രശ്നം, അവരുടെ ഇടയിൽ ചില ആളുകൾ വീക്കായിട്ടുള്ളവരുണ്ട്, അവരുടെ ഇടയിൽ ചില കുഞ്ഞുങ്ങൾ വീക്കായിട്ടുള്ളവരുണ്ട്, ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവർ, മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് വൈകല്യങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളും ഒക്കെ ഇല്ലേ? അപ്പോൾ ഇവർ നോക്കി, ഇതൊരു വലിയ പ്രശ്നമാണല്ലോ. അതുപോലെ വൃദ്ധരായിട്ടുള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യം വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പം ഈ ഒരു ചിന്ത, ആ സുപ്പീരിയർ റേസ് തിയറി, അത് തലയിൽ കയറിയത് കാരണം അതിങ്ങനെയാണ് പറഞ്ഞത്, ഇറ്റ് സ്റ്റാർട്ടഡ് വ്യൂയിങ് ഇങ്ങനത്തെ ആൾക്കാരെ യൂസ്ലെസ് ആയിട്ട് ആൾക്കാരെ കാണാൻ തുടങ്ങി. യൂസ്ലെസ് ടു സൊസൈറ്റി, സമൂഹത്തിന് പ്രയോജനമില്ലാത്ത ആൾക്കാരെന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി. അതുമാത്രമല്ല, ഓൾസോ അൺവർത്തി ടു ലിവ്, ഇവർക്ക് ജീവിക്കാൻ ഇനി അവകാശമില്ലെന്നുള്ള ചിന്തയും അതിൽ നിന്ന് വന്നു. ഞാൻ ഈ കാസലിൻ്റെ പിക്ചർ അവിടെ ഇട്ടേക്കുന്നത് എന്താണെന്നറിയാമോ? സോ നാസി ജർമ്മനിയിൽ ഇങ്ങനത്തെ ഒരു തിങ്കിങ് ഭയങ്കര ശക്തമായി. അവരുടെ ഇടയിൽ തന്നെ വൈകല്യങ്ങളുള്ളവർ, ശാരീരികമോ മാനസികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരെ ഇവർ ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലോട്ട് ഇത് മനസ്സിലാക്കുക. ജൂയിഷ് ഹോളോകോസ്റ്റിന് മുമ്പുണ്ടായ സംഭവമാണ്. യഹൂദന്മാരെയൊക്കെ കൂട്ടക്കുരുതി ചെയ്തത് നമുക്കറിയാം. ഇതിനു മുമ്പ് അവരുടെ ഇടയിൽ തന്നെയുള്ള ഇങ്ങനത്തെ ആൾക്കാരെ, വൈകല്യങ്ങളുള്ളവരെ, കൊച്ചു കുഞ്ഞുങ്ങളെ തൊട്ട് ഇവരിതുപോലത്തെ കാസിലുകളിലോട്ട് മാറ്റാൻ തുടങ്ങി. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാസിലാണിത്. സംഭവിച്ചെന്താണെന്നറിയാമോ? ഈ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ പേര് T4 പ്രോഗ്രാം എന്നായിരുന്നു. നാസി യൂത്തനേഷ്യ പ്രോഗ്രാം, T4 പ്രോഗ്രാം. അങ്ങനത്തെ ഒരു പ്രോഗ്രാം നടന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പല വീടുകളിൽ നിന്ന്, ജർമ്മൻകാരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ, ഇവർ സുപ്പീരിയർ റേസ് ആയതുകൊണ്ട് അവരുടെ ഇടയിൽ വൈകല്യമോ അത്ര മിടുക്കില്ലാത്ത ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയായിരുന്നു. സെപ്റ്റംബർ 1, 1939 ഇത് ഡോക്ടേഴ്സിൻ്റെ സഹകരണത്തോടെയാണ് സംഭവിച്ചത്. അത് ഡോക്ടേഴ്സും കൂടെ ചേർന്ന് അങ്ങനെയുള്ള കുട്ടികളെ, വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ, മാനസിക രോഗമുള്ളവരെയൊക്കെ ഡ്രഗ്സ് പോയ്സൺ ചെയ്ത് ഇവിടെ ഇട്ട് കൂട്ടക്കുരുതി നടത്തി. സെപ്റ്റംബർ 1, 1939 ഇത് ആരംഭിക്കുന്നത്. 1939 സെപ്റ്റംബർ 1 തൊട്ട് 1945 വരെ അത് തുടർന്നു. നിങ്ങൾക്കറിയാമോ, 3 ലക്ഷം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് അവിടെ മരിച്ചത് ഇതിൻ്റെ അകത്ത്. ഹാർത്തീം കാസിൽ ഇൻ ഓസ്ട്രിയ. എന്തുകൊണ്ടാണ് അത് അവരൊക്കെ അങ്ങനെ? അന്ന് അത് ഡോക്ടേഴ്സിന് അത് പ്രശ്നമായില്ല. കുറേ പേർക്ക് അവിടെ നാസി ആൾക്കാർക്ക് അത് പ്രശ്നമായിട്ട് തോന്നിയില്ല. അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അതായിരുന്നു, ഞങ്ങൾ സുപ്പീരിയർ റേസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് യൂസ്ലെസ് ആണെന്ന് തോന്നുന്നവർ, സൊസൈറ്റിക്ക് ബേർഡൻ ആകാൻ സാധ്യതയുള്ളവരെയൊക്കെ അങ്ങ് കളഞ്ഞേക്കുക, കൊന്നു കൂട്ടുക, അങ്ങനെ നടന്ന സ്ഥലമായത്. ഓക്കെ, പക്ഷേ ഞാൻ അടുത്തൊരു പിക്ചർ കാണിക്കാം. ഇതിൻ്റെ ഇടയിൽ അഡോൾഫ് ഹിറ്റ്ലറിന് ഇവിടെ ഇതിനെതിരെ സംസാരിക്കാനായിട്ട് എഴുന്നേറ്റ ഒരു ബിഷപ്പാണിത്. ഒരു കാത്തലിക് ബിഷപ്പാണ്, കർഡിനാലായിരുന്നു, ബിഷപ്പ് ക്ലെമൻസ് ഓഗസ്റ്റ് ഗ്രാഫ് വോൺ ഗെറ്റർ. ഇദ്ദേഹം, നിങ്ങൾ ഹിറ്റ്ലറിനെ കാണാം, വളരെ ശക്തമായിട്ട് ഈ ബിഷപ്പ് ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. ഇദ്ദേഹം പറഞ്ഞു, എന്ന് അങ്ങനെ ഒരു മനുഷ്യജീവിയെ യൂസ്ലെസ് ആയിട്ട് തോന്നുന്നോ, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നോ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഭാവി വലിയ പ്രശ്നത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്നാ നാം ഒക്കെ യൂസ്ലെസ് ആയി മാറാൻ പാടില്ലാത്തത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക്? അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ പാടില്ലേ?
ഹാർത്തീം കാസലിലെ കൂട്ടക്കുരുതിക്കെതിരെ 3 ലക്ഷം പേര്, കുറച്ചു പേരൊന്നും അല്ല മരിച്ചതെന്ന് നമ്മൾ ഓർക്കണം. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, കുഞ്ഞുങ്ങളായിരുന്നു കൂടുതലും കൊല്ലപ്പെട്ടത്. ഈ ബിഷപ്പ് അതിനെതിരെ ശക്തമായിട്ട് സംസാരിക്കുകയും പ്രീച്ച് ചെയ്യുകയും ചെയ്ത മനുഷ്യനാണ്. ഓക്കെ, അങ്ങനെ ഒരു വോയിസ് ഉണ്ടായി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് രണ്ടുപേരുടെയും ഐഡിയോളജിയിൽ ഉള്ള വ്യത്യാസമായി. ബിഷപ്പ് പറഞ്ഞു മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചേക്കുന്നത്? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമുള്ള മനുഷ്യനാണ്. ഇതാണ് ഒരു ബിബ്ലിക്കൽ വ്യൂ നമുക്ക് മനുഷ്യരെക്കുറിച്ച് ഉണ്ടാകാൻ്റെത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഉൽപ്പത്തി 1:27 ഇങ്ങനെയാണ് പറയുന്നത്, സോ ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ്. നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യ ജീവി, അല്ലേ? ഓക്കെ, മനുഷ്യൻ എന്ന് പറഞ്ഞോട്ടെ, അത് സ്ത്രീയോ പുരുഷനോ എന്ത് പ്രായമോ ഒക്കെ വ്യത്യാസം മാറ്റിവെക്ക്, മനുഷ്യൻ. സോ ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ്, ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് ഹി ക്രിയേറ്റഡ് ഹിം, മെയിൽ ആൻഡ് ഫീമെയിൽ ഹി ക്രിയേറ്റഡ് ദം. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. നമ്മളെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇറ്റ് കംസ് ഓൺ ആൻ അണ്ടർസ്റ്റാൻഡിങ്, ബേസ്ഡ് ഓൺ ആൻ അണ്ടർസ്റ്റാൻഡിങ്. എന്താ? ദൈവത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന, ഹിസ് ക്രിയേഷൻ, ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ളത് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനിയും യേശു കർത്താവ് ഇത് പഠിപ്പിച്ചു, പ്രാക്ടീസ് ചെയ്തത് നമ്മൾ കണ്ടു. ഇനി അപ്പോസ്തലന്മാരോ, ഏർലി ചേർച്ചിലോട്ട് നിങ്ങൾ നോക്കുക. ചേർച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ സാധിക്കും, അവരുടെ ഇടയിൽ സമൂഹത്തിൽ കഷ്ടം അനുഭവിക്കുന്ന വിഡോസിന് വേണ്ടി, വിധവമാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാംസ്. അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഈ വിധവമാരെന്ന് പറയുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ചേർച്ച് ഉണ്ടാക്കിയെടുത്തല്ലേ. ഏർലി ചേർച്ചിൽ എങ്ങനെയാണ്? വിമൻ വർ ഗിവൺ റെസ്പെക്റ്റ്, അല്ലേ? അന്ന് വരെ ഇല്ലാത്ത ഒരു റെസ്പെക്റ്റ് സമൂഹത്തിൽ ഇല്ലാത്തത് സഭയിൽ കിട്ടി, അല്ലേ? അതുപോലെ തന്നെ അടിമകൾ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു സമൂഹത്തിലെ ഇനിക്വാളിറ്റി ഏറ്റവും പ്രകടമായൊരു സ്ഥലം. അന്ന് അടിമകളുമുണ്ട്, ഉടമകളുമുണ്ട്. പക്ഷെ ക്രിസ്തീയ സഭയിലോട്ട് വന്നപ്പോഴത്തേക്ക് കുടുംബം മുഴുവൻ വിശ്വസിച്ചു എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ പല ഭാഗത്തും വായിക്കുന്നുണ്ട്. കൊർന്നേലിയോസിൻ്റെ, ഫിലിപ്പിയൻ ജയിലർ, ഇവരോടൊപ്പം തന്നെ അടിമകളും എല്ലാം നമ്മൾ മനസ്സിലാക്കുക ക്രിസ്തീയ സഭയുടെ അംഗമാവുകയാണ്. ക്രിസ്തീയ സഭ ഒരു വിവേചനം കാണിക്കാതെ അന്നത്തെ കാലത്തെ അടിമയും ഉടമയും കൈനീട്ടി സ്വീകരിച്ചു. നമ്മളത് മനസ്സിലാക്കുക. പക്ഷെ അവിടെയും പ്രശ്നങ്ങളുണ്ടായി. അത് നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ സഭയിലുള്ളവരെ നന്നായി വഴക്കു പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾക്ക് നാണമില്ലേ? കർത്താവിൻ്റെ അത്താഴം കഴിക്കുമ്പോൾ ഒരു കൂട്ടര് വിശന്നും ഒരു കൂട്ടര് വയറ് നിറച്ചും ഇരിക്കുന്നു. അന്നത്തെ ഒരു മീറ്റിങ്സിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയായിരുന്നു. ഒരുമിച്ച് ആദ്യം ഭക്ഷണം കഴിച്ച ശേഷം കർത്തൃമേശ ആചരിക്കുക. അപ്പോൾ പറയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ നാണമില്ലേ? തിന്നുവാനും കുടിക്കുവാനും നിങ്ങൾക്ക് വീടുകളുണ്ടല്ലോ, അവിടെ ചെയ്താൽ പോരെ? ദരിദ്രനെ എന്തിനാ ഇവിടെ ഇട്ട് ലജ്ജിപ്പിക്കുന്നെന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. ആ ഒരു ഇനിക്വാലിറ്റിക്കെതിരെ, റെസ്പെക്റ്റ് ഇല്ലാതെ ദരിദ്രരോട് പെരുമാറുന്നതിനെതിരെ 1 കൊരിന്ത്യർ 11 പൗലോസ് അപ്പോസ്തലൻ സംസാരിച്ചു. മാത്രമല്ല, നമ്മൾ ഫിലമോൻ എഴുതിയ ലേഖനം, ഫിലമോൻ നമുക്കറിയാം, അല്ലേ? ഒരു അടിമയുണ്ടായിരുന്ന വ്യക്തിയാണ് ഫിലമോൻ എന്ന് പറയുന്നത്. ഫിലമോൻ്റെ അടിമയുടെ പേര് ഒനേസിമസ് എന്നായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ ഫിലമോന് ഒനേസിമോസിനെ മടക്കി കൊടുക്കുമ്പോൾ, അതായത് ഫിലമോൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയി കള്ളത്തരം ചെയ്ത് ജയിലിൽ കിടന്ന ഒരു ഒനേസിമോസിനെ തിരികെ നൽകുന്ന ഒരു സാഹചര്യം അതറിയാവുന്നവർക്കറിയാം. അപ്പോസ്തലൻ ഇങ്ങനെയാ പറയുന്നത്, അടിമയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാ? അവൻ ഇനി ദാസനല്ല, ദാസനു മീതെ പ്രിയ സഹോദരൻ അത്രേ. ഒരു അടിമയെ പ്രിയ സഹോദരൻ എന്ന് വിളിക്കാൻ ക്രിസ്തീയ വിശ്വാസികളെ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിച്ചു. ഹല്ലേലൂയ. അതെങ്ങനെ സാധിച്ചു? ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് ഹി ക്രിയേറ്റഡ് മാൻ, അല്ലേ? റോമർ 12:10 നോക്കിക്കേ. റോമർ 12:10 ഇങ്ങനെയാണ് വായിക്കുന്നത്, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വാക്യം അത്. നമ്മൾ ഒരു കോമ്പറ്റീഷൻ പോലെ ആകണമെന്ന്. ഞാൻ ഒന്നും കൂടി ആ വാക്യം വായിക്കാവേ. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. ഇപ്പം ഈ സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കറിയാം, അവർ ഒരു 100 മീറ്റർ റേസ് ഇത്ര സമയത്തിനുള്ളിൽ
ഓടിയെത്തിയെങ്കിൽ അടുത്ത പ്രാവശ്യം അവർ അതിലും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ, അല്ലെങ്കിൽ അടുത്ത ആളെക്കാളും കുറച്ചും കൂടെ ചെല്ലാൻ ശ്രമിക്കും. ഒരു റെക്കോർഡ് ഒരാൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കും. അതൊരു ഹെൽത്തി കോമ്പറ്റീഷനാണ് എന്ന് പറയുന്നത് പോലെയാണ്. ഇതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഔട്ട്ഡു വൺ അനദർ ഇൻ ഷോയിങ് ഓണർ എന്ന, അതായത് ഒരാൾ ബഹുമാനിക്കുന്നു അപ്പോൾ അയാളെക്കാളും നന്നായി മറ്റേ ആളെ ബഹുമാനിക്കാൻ. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാം, എന്നെ ബഹുമാനിക്കുക, ഇങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുക, കുറച്ചും കൂടെ നന്നായിട്ട് അവർ ബഹുമാനിക്കുന്നതിലും കൂടുതൽ എനിക്ക് അങ്ങോട്ട് ബഹുമാനിക്കണം. ഔട്ട്ഡു വൺ അനദർ ഇൻ ഷോയിങ് ഓണർ. ഓരോ പ്രാവശ്യം എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണേ എന്ന് നമുക്കൊരു പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഫിലിപ്പിയർ 2:3 ഇങ്ങനെയാ പറയുന്നത്, ഷാഢ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളട്ടെ. നമുക്ക് മറ്റുള്ളവരിലെ ശ്രേഷ്ഠത, നന്മ, ഇതൊക്കെ കാണാൻ പറ്റിയാലേ നമുക്ക് ബഹുമാനിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മിലോട്ട് മാത്രം നമ്മളുടെ ചിന്തകൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പറ്റില്ല. യാക്കോബ് അപ്പോസ്തലൻ സഭയ്ക്ക് എഴുതിയപ്പം അദ്ദേഹം പറഞ്ഞൊരു ഭാഗമുണ്ട്. തൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ പള്ളിയിൽ നല്ല മോടിയുള്ളൊരു വസ്ത്രമൊക്കെ ധരിച്ച് പൊന്മോതിരം അണിഞ്ഞ ഒരാൾ വരും, മറ്റൊരിടത്ത് ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാളും കൂടെ വന്നാൽ ആ നല്ല വസ്ത്രം ധരിച്ച് പൊന്മോതിരം ഇട്ട ആളോട് ദേ ഇവിടെ വന്ന് സുഖേന ഇരുന്നാലും ഏറ്റവും നല്ല സീറ്റും കൊടുത്തിട്ട് ആ ദരിദ്രനായിട്ട് മുഷിഞ്ഞ വസ്ത്രം ഇട്ട ആളോട് അവിടെ എങ്ങാനും നിൽക്ക്, അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിൽ ഇവിടെ താഴെ ഇരുന്നോളാം പറയുന്ന അത് ചെയ്താൽ അവിടെ ഇങ്ങനെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. അത് ചെയ്യാൻ പാടില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് എന്നുള്ള ഒരു ആഹ്വാനത്തോടെയാണ് ഈ സംഭവം പറയുന്നത്. പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യരെയും റെസ്പെക്റ്റ് ചെയ്യുവാൻ നമ്മൾക്ക് ഈ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്സ് നമ്മളെ സഹായിക്കട്ടെ അല്ലേ. ഇനി നമുക്ക് ബൈബിള് എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ചില സ്പെസിഫിക് കേസസും കൂടെ നമുക്കൊന്ന് എടുത്തു നോക്കാം. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞേക്കുന്ന ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, റെസ്പെക്റ്റ് യുവർ പേരൻസ്. ഓരോ ക്രിസ്തു ശിഷ്യനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയും മനസ്സിലാക്കിയിരിക്കുക, ഇത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:2 മാത്രമല്ല വേറെ ഭാഗങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. അത് ഒരു മാറ്റമില്ലാത്ത സത്യമാണ് അല്ലേ. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കാറുണ്ടോ? അവർ പറയുന്നത് ഒന്ന് കേൾക്കുവാനായിട്ട്, അതൊന്ന് അനുസരിക്കുവാനായിട്ട്, പറയുന്നതിൽ കാര്യമുണ്ടോയെന്ന്. ഇനി മക്കൾ വളർന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാതാപിതാക്കൾ പറയുന്നതിൽ ചിലപ്പോൾ ഒപ്പീനിയൻ ഡിഫറൻസ് ഉണ്ടാകാം നിങ്ങൾക്ക്, പക്ഷേ അതും നമുക്ക് വിത്ത് റെസ്പെക്റ്റ് പൊളൈറ്റായിട്ട് സംസാരിക്കാൻ പറ്റും അല്ലേ. പല രീതിയിൽ സംസാരിക്കാൻ പറ്റും. ബഹുമാനമില്ലാതെ സംസാരിക്കാൻ പറ്റും, നമുക്ക് ഡിസഗ്രി ചെയ്യാൻ പറ്റും, പക്ഷേ അതിലും ഒരു റെസ്പെക്റ്റോടെ ചെയ്യാനായിട്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അത് ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ബന്ധത്തിൽ മാത്രമല്ല, ഏത് ബന്ധത്തിലും. ഓക്കെ, ഇനിയും മാതാപിതാക്കളോട് നന്ദി ഉണ്ടായിരിക്കണം. ശരിക്കും ഓർത്തിരിക്കുക, നമ്മളിവിടെ ജനിച്ചു വീഴാനായിട്ട്, ഇവിടെ ജീവിക്കാനായിട്ട് അവരെടുത്തൊരു പെയിൻ ഉണ്ട്. അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല. വേദപുസ്തകം പറയുന്നത്, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാൻ അവരെ ബഹുമാനിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്റെസ്പെക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഹേർട്ട് അല്ലേ, വേദന, അവർക്ക് ദേഷ്യം, സങ്കടം, നാണക്കേട്, ആൻസൈറ്റി ഒക്കെ. നമ്മൾ നോക്കിയാൽ മതി, നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അവർ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത് നമ്മൾ ചെക്ക് ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ പ്രായമായി വരുന്ന മാതാപിതാക്കൾ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ നാസി ജർമ്മൻകാരുടെ ചിന്താഗതി, അവർ യൂസ്ലെസ് ആണെന്ന് ഒരിക്കലും ചിന്തകൾ കയറി വരാൻ പാടില്ല. കാരണം അവർ എത്രയോ സ്ട്രെയിൻ ചെയ്താണ് നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ട് വന്നത് അല്ലേ. ചിലപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ പേരൻസിനെയൊക്കെ ഇന്നത്തെ കാലത്തെ വെച്ച് പറയാം, ഈ ഒരു മൊബൈൽ ഫോൺ ഒന്ന് ഉപയോഗിക്കാൻ പഠിപ്പിക്കണമെങ്കിൽ
എത്ര ബുദ്ധിമുട്ടാണ് അല്ലേ? പിള്ളേർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ അക്ഷരമാല എഴുതിക്കാനായിട്ട് അവരും എന്തോരം കഷ്ടപ്പെട്ടു. നമ്മളെ മര്യാദയ്ക്കൊന്ന് ഡ്രസ്സ് ചെയ്യിക്കാനായിട്ട്, ഒന്ന് കുളിക്കാൻ പഠിപ്പിക്കാനും പല്ല് വെപ്പിക്കാൻ പഠിപ്പിക്കാനും ഒക്കെ അവർ ബുദ്ധിമുട്ടിട്ടില്ലേ? അപ്പം നമ്മൾ അവരോടൊരു അവർ നമ്മളെ ഈ ലോകത്തെ ഫേസ് ചെയ്യാൻ ആദ്യം പഠിപ്പിച്ചെങ്കിൽ ഈ പുതിയ ലോകത്തിൽ ഉള്ള മാറ്റങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് അവരെയും പഠിപ്പിക്കുക. ഓക്കെ, അതൊരു റെസ്പെക്റ്റിൻ്റെ ഭാഗമാണെന്നും കൂടെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ അവർ പുതിയ ലോകത്തിൽ ഒറ്റപ്പെട്ട, ഇല്ല മാറ്റങ്ങൾ വന്ന ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടതുപോലെ ഒരിക്കലും തോന്നാൻ പാടില്ല. അത് കുഞ്ഞുങ്ങൾ ഓർത്ത് ചെയ്യുക. നിങ്ങളുടെ മാതാപിതാക്കൾ ഓരോ വീടുകളിലെയും സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആട്ടോ. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിപ്പിക്കാൻ പറ്റും, അവരുടെ മനസ്സിനൊരു തണുപ്പാകാൻ പറ്റും, നമ്മളത് മനഃപൂർവ്വമായിട്ട് കണ്ടെത്തി നമ്മുടെ സാഹചര്യത്തിൽ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മുടെ അനുഗ്രഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ടാമത് ഞാൻ പറയട്ടെ, റെസ്പെക്ട് പേരൻസ് പറഞ്ഞു. റെസ്പെക്ട് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ബഹുമാനിക്കുക. യേശു കർത്താവ് അപ്പോസ്തലന്മാരോട് പറഞ്ഞില്ലേ ആ കുഞ്ഞുങ്ങളെ ബഹുമാനിക്കാനായിട്ട്? എങ്ങനെയാ കുഞ്ഞുങ്ങളും നമ്മൾ മനസ്സിലാക്കുക, ഇത് എൻ്റെ കുഞ്ഞാ, എനിക്ക് തോന്നിയ പോലെ ചെയ്യാം, അങ്ങനെയൊന്നും പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ ബഹുമാനിക്കണം. മാതാപിതാക്കൾ അവരെ വളർത്തേണ്ടതും രീതിയിൽ വളർത്തുക, ഉത്തരവാദിത്തങ്ങൾ ചെയ്തു കൊടുക്കുക. കൈയടിച്ച് മാറി നിൽക്കാനൊന്നും പാടില്ല. അതൊക്കെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ബഹുമാനമില്ലായ്മ. അവർ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ, പറ്റാത്ത കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരിക്കണം. ഉത്തരവാദിത്ത ബോധത്തോടെ അവരെ വളർത്തുന്നത് അല്ലേ? അതുപോലെ കുഞ്ഞുങ്ങളുടെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവരുടെ ടാലൻസ് ഐഡൻറ്റിഫൈ ചെയ്ത്, അവരുടെ കഴിവുകൾ ഐഡൻറ്റിഫൈ ചെയ്ത്, ചിലപ്പം പേരൻസിന് പറ്റാവുന്ന ഒരു ചെറിയ പ്രശ്നം ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. ചിലപ്പം നമ്മൾ ചുറ്റും നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി കഴിവുള്ള, ഒത്തിരി മിടുക്കരായ പിള്ളേരെ കാണും. പക്ഷെ മനസ്സിലാക്കുക, അല്ലാത്തവരും ഒത്തിരി പേരുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കാണില്ല. ഈ രക്ഷപ്പെട്ടു പോയവരുടെയൊക്കെ കഥകൾ നമ്മൾ ചിന്തിക്കുന്നത് അത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പ്രഷറൈസ് ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഇൻഡിവിജ്വൽ ആണെന്ന് മനസ്സിലാക്കുക. അവർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, ഒപ്പീനിയൻ ഉണ്ട്. ഞാൻ പറയും, ഈ പാട്ട് പാടാൻ കഴിവുള്ള കൊച്ചിനെ പിടിച്ച് നിർബന്ധിച്ച് ഹൈ ജമ്പ് ചാടിക്കാൻ കൊണ്ടുപോയി എങ്ങനെ ഇരിക്കും? സ്പോർട്സിൽ താല്പര്യമുള്ള കുഞ്ഞിനെ നിർബന്ധിച്ച് പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടിരുത്തിയാൽ എങ്ങനെ ഇരുത്തും? ഓക്കെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിച്ച് നമുക്ക് സമൂഹത്തിൽ പ്രദർശന വസ്തു ആക്കാനുള്ള ട്രോഫിയും അല്ല കുഞ്ഞുങ്ങൾ. ഓക്കെ, അവരൊരു ഇൻഡിവിജ്വൽ ആണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അവർ പറയുന്നതും കേൾക്കാനുള്ളൊരു മനസ്സ്. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. ബന്ധങ്ങളുണ്ടല്ലോ എപ്പോഴും ബിൽഡ് ആവുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റിലാണ്. മ്യൂച്വൽ റെസ്പെക്റ്റ്, ആ വേർഡ് ഓർത്തിരിക്കുക. അന്യോന്യം ബഹുമാനിക്കണം അല്ലേ? ആ ഒരു ഇത് ഉണ്ടായിരിക്കണം. ഇനിയും വേറൊരു വേദപുസ്തകത്തിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് റെസ്പെക്റ്റ് അതോറിറ്റി ആൻഡ് ലീഡർഷിപ്പ്. റോമർ 13:1 ഇങ്ങനെയാണ് പറയുന്നത്, ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. നമ്മളുടെ മുകളിൽ ദൈവമാക്കി വെക്കുന്നതാണ് ഓരോ അതോറിറ്റി. ശ്രേഷ്ഠമായിട്ടുള്ള അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുക. 1 പത്രോസ് 2:17 നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ ഇങ്ങനെ അത് ഫുള്ളായിട്ട് പറയുന്നത്, എല്ലാവരെയും ബഹുമാനിപ്പിൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിപ്പിൻ. അന്നത്തെ കാലഘട്ടത്തിൽ റോമൻ ജനതയ്ക്ക് എഴുതുമ്പോൾ പറയാണ് റോമൻ സീസറിനെ ബഹുമാനിക്കുവാനായിട്ട്. നമ്മളുടെ മുകളിലുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണോ അതിനെ ബഹുമാനിക്കുവാൻ പഠിക്കുക. അതുപോലെ തന്നെ 1 തെസ്സലോനിക്കർ 5:12-13 ലീഡർഷിപ്പിനെ കുറിച്ച് പറയും. ചർച്ചിനോടുള്ള ബന്ധത്തിലും പറയുന്നുണ്ട്, സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും, അവിടെ ആ ക്വാളിറ്റീസും എടുത്തു പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ്, ഓക്കെ, അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. സോ റെസ്പെക്ട് അതോറിറ്റി ആൻഡ് ലീഡേഴ്സ്. ഇനി അടുത്ത ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് റെസ്പെക്ട് യുവർ സ്പൗസ്. നിങ്ങളുടെ ജീവിത പങ്കാളിയെ ബഹുമാനിക്കുക. ഓക്കെ, ചിലർ പറയും സ്നേഹമാണ് വലുത്, ചിലത് പറയും കുടുംബജീവിതത്തിൽ ബഹുമാനമാണ് വലുത്. ഇത് രണ്ടും വേണം. ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ, ഔട്ട്ഡു വൺ അനദർ ഇൻ ഓണറിങ് അതേഴ്സ്, ഇൻ ലവിങ് അതേഴ്സ് എന്ന്.
എനിക്ക് മറ്റേ ആളെ കൂടുതൽ ബഹുമാനിക്കണം, കൂടുതൽ സ്നേഹിക്കണം എന്ന് ചിന്തിക്കുന്നിടത്താണ് കുടുംബജീവിതങ്ങൾ നന്നാവുള്ളൂ. എഫേസ്യർ 5:23 ഭാര്യമാരോട് പറയുകയാണ്, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. മലയാളം ട്രാൻസ്ലേഷനിൽ ഭയപ്പെടേണ്ടതാകുന്നു എന്നാണ്. ഭർത്താവിനെ കണ്ട ഉടനെ കതകിൻ്റെ പുറകിൽ പോയി ഒളിച്ചിരിക്കുക എന്നുള്ളതാണോ അർത്ഥം? അല്ല. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്ക് നോക്കാം. ലെറ്റ് ദ വൈഫ് സീ ദാറ്റ് ഷീ റെസ്പെക്ട്സ് ഹർ ഹസ്ബൻഡ്. അവിടെ റെസ്പെക്റ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഭർത്താവിനെ, ആ പേഴ്സണെ അംഗീകരിക്കുക, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അംഗീകരിക്കുക, അദ്ദേഹത്തിൻ്റെ ജോലി അംഗീകരിക്കുക, അദ്ദേഹത്തിൻ്റെ കഴിവുകളെ അംഗീകരിക്കുക, അല്ലേ? അങ്ങനെ ഒരു ബഹുമാനം നിലനിൽക്കുന്നില്ലെങ്കിൽ കുടുംബജീവിതം നന്നായി പോകത്തില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ ബഹുമാനിക്കുക, ഇതൊക്കെ ഭാര്യമാർ പഠിക്കണം. അപ്പം ഒരു വശത്തുനിന്ന് മാത്രമാണോ എന്ന് ചിന്തിച്ചാൽ ഞാൻ വചനത്തിൽ നിന്ന് തന്നെ വായിക്കാം. 1 പത്രോസ് 3:7 പറയുന്നു, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളുമെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. റെസ്പെക്റ്റ് യുവർ വൈഫ്സ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം, അല്ലേ? കുടുംബത്തിൽ ഒരാൾ മാത്രം ഒരാളെ ബഹുമാനിച്ചു കൊണ്ടിരുന്ന ഒരു അടിമയെ പോലെ അങ്ങനെയല്ല കുടുംബജീവിതം പോകേണ്ടത്. മ്യൂച്വൽ റെസ്പെക്റ്റ്, അങ്ങോട്ടും ബഹുമാനം ഇങ്ങോട്ടും ബഹുമാനം. നേരത്തെ ഞാൻ പറഞ്ഞു, അല്ലേ? ഭർത്താവിൻ്റെ ആ പേഴ്സണെ അംഗീകരിക്കണം, അവരുടെ കുടുംബത്തെ അംഗീകരിക്കണം, അവരുടെ സ്ട്രെങ്ത്തിനെ അംഗീകരിക്കണം, വീക്ക്നെസ്സുകളെയും അംഗീകരിക്കാനായിട്ട് പറ്റണം. ആ ഒരു റെസ്പെക്റ്റിൽ പെടുന്ന ഇതൊക്കെ. അതുപോലെ തന്നെ ഭർത്താവും മനസ്സിലാക്കുക, ഭാര്യയെയും, അല്ലേ? ഇവിടെ ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ടുള്ള ഒരാളോടാണ് പറയുന്നത് ഭാര്യയെ ബഹുമാനിക്കുവാനായിട്ട്, റെസ്പെക്റ്റ് ചെയ്യുക. എന്നാലേ ഇല്ലെങ്കിൽ അതിനെയാണ് ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചോദിക്കും, ഒരാൾ മാത്രം ബഹുമാനിച്ചുകൊണ്ടിരുന്നാൽ അപ്പോഴും റിലേഷൻഷിപ്പ് മുമ്പിൽ പോയിക്കൊണ്ടിരിക്കും, അതും ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആ റിലേഷൻഷിപ്പിനെ നമുക്ക് വേണമെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയാം. ആ പേര് പറയുന്നത് പോലെ തന്നെ ടോക്സിക്കാണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതോ ഒരു വ്യക്തി, ഏത് ബന്ധമാണെങ്കിലും, ഭാര്യ ഭർത്താവിൻ്റെ ബന്ധം എടുത്തതേ ഉള്ളൂ, ഏത് ബന്ധത്തിലാണേലും എങ്ങനെ മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ ഒരു വ്യക്തി ഇമോഷണലി വല്ലാണ്ട് തളർന്നു പോവുകയും സന്തോഷമില്ലാത്ത അവസ്ഥയിലോട്ടൊക്കെ പോകുവാനിടയാകും. അങ്ങനെയുള്ള കുടുംബജീവിതങ്ങളല്ല ക്രിസ്തീയ വിശ്വാസികളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ള, മ്യൂച്വൽ ലവ് ഉള്ള കുടുംബങ്ങൾ പണിയാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഓക്കെ, ഞാനിത് പറയുമ്പോഴും എപ്പോഴും എനിക്ക് തോന്നാറുള്ളൊരു കാര്യമുണ്ട്, ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത, വേദനിക്കുന്ന, ഞെരുങ്ങുന്നവരൊക്കെ ഉണ്ടാകും. അത് ഭാര്യയും ഉണ്ടാകാം, ഭർത്താവും ഉണ്ടാകാം. നിങ്ങൾക്ക് വളരെ പ്രശ്നങ്ങളുള്ള സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ സമീപിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതുമാണ്, അല്ലേ? ടോക്സിക് ആയിട്ടുള്ള ബന്ധത്തിൽ വളരെ കാലം പോകുന്നത് അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യം ഒന്നുമല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. വേദപുസ്തകം നമ്മളെ ഇതൊക്കെ ഓർപ്പിക്കുന്നുണ്ട്, സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. റെസ്പെക്ട് എവ്രി വൺ, എല്ലാവരെയും ബഹുമാനിക്കുക. ഇനിയും ഒരു കാര്യം കൂടെ, റെസ്പെക്റ്റ് യുവർ സെൽഫ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ തന്നെയും കൂടെ ബഹുമാനിക്കാൻ പഠിക്കണം. ചിലവർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ബഹുമാനിക്കും, എല്ലാവർക്കും മുമ്പിലും അങ്ങോട്ട് ബഹുമാനിച്ചിങ്ങനെ കുനിഞ്ഞു നിൽക്കും. സ്വന്തമായിട്ട് ബഹുമാനിക്കാൻ അറിയത്തില്ല, സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയത്തില്ല. ഒരു യെസ് പറയേണ്ടടുത്ത് യെസ് നോ പറയാൻ അറിയാത്തവരുണ്ട്. ഒരു കാര്യം അവർക്ക് പ്രശ്നമായിട്ട് വരുന്നതാണെങ്കിൽ നോ പറയേണ്ടടുത്ത് നോ പറയാൻ നമ്മൾ പഠിക്കണം, അല്ലേ? സെറ്റ് ബൗണ്ടറീസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പ്രാക്ടീസ് സെൽഫ് കെയർ. നമ്മളെല്ലാവരെയും ബഹുമാനിച്ച് നമ്മുടെ മാനസികാവസ്ഥ താഴോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞ്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതായത് നമ്മളെല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ. സ്വയം സ്നേഹിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുന്നത്? സ്വയം ബഹുമാനമില്ലാത്ത ഒരു വ്യക്തിക്ക്, എന്നെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു മതിപ്പില്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ എങ്ങനെയാണ് ശരിക്കും ബഹുമാനിക്കാൻ പറ്റുന്നത്? നമ്മൾ കർത്താവിലുള്ള നമ്മുടെ
ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ കർത്താവിൻ്റെ ഇമേജിൽ ഉണ്ടാക്കപ്പെട്ടതാണ്, ഞാൻ വിലയുള്ളൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സ്പീക്ക് ഫോർ യുവർ സെൽഫ്. നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ളൊരു ധൈര്യം നമുക്ക് ഉണ്ടാകട്ടെ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെ കോമൺ ടൈപ്സ് ഓഫ് ഡിസ്റെസ്പെക്റ്റ് ഉണ്ട് ബന്ധങ്ങളിൽ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ബന്ധങ്ങളിലൊക്കെ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ബന്ധങ്ങളിലൊക്കെ ഡിസ്റെസ്പെക്റ്റ് എങ്ങനെ പ്രകടമാക്കാമെന്നുള്ളത് ചില കാര്യങ്ങൾ, സാധാരണ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊന്ന് നോക്കാം. ഈ ഡിസ്റെസ്പെക്റ്റ് എവിടെയെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയും ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത് പോലെ ബഹുമാനിക്കാൻ നമുക്ക് മുമ്പിട്ടിറങ്ങാം. ഒന്നാമത്തെ ഒരു ഡിസ്റെസ്പെക്റ്റ് എങ്ങനെയാണെന്നറിയാമോ? ചിലർ ചിന്തിക്കും നമ്മൾക്ക് വാക്കുകളിൽ കൂടെയാണ് ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒരാളെ അപമാനിക്കാൻ പറ്റുന്നതെന്നല്ലേ. അങ്ങനെ മാത്രമല്ല കേട്ടോ. ഫസ്റ്റ് ഒരു കേസ് പറയാം, ഡിസ്മിസീവ് ബോഡി ലാംഗ്വേജ്. ഡിസ്മിസീവ് ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കുപോലും പറയണ്ട, പക്ഷേ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ കൂടെ നമുക്ക് ഒരാളെ ബഹുമാനിക്കാതിരിക്കാം. എങ്ങനെയാണെന്നറിയാവോ? നമ്മുടെ ഇടയിൽ സാധാരണ പറയുന്നുണ്ട് മൈൻഡ് ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയുന്നത്. ഡിസ്മിസീവ് ബോഡി ലാംഗ്വേജ്, ശ്രദ്ധിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന സമയത്ത് ഗോഷ്ടി കാണിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കുക. അത് മനസ്സിലാവുന്നുണ്ടല്ലോ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളെ അപമാനിക്കുന്നതാണെന്നല്ലേ അത്. അതുപോലെ കളിയാക്കി ചിരിക്കുക, സംസാരിക്കാതിരിക്കുക. ഇനിയും സംസാരിക്കാൻ വരുന്ന ഉടനെ ഭയങ്കര ബിസി ആയതുപോലെ ഇപ്പം മൊബൈലിൽ നോക്കി ആക്ട് ചെയ്യുക. നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മളുടെ മുമ്പിൽ ഒരു കാര്യം പറയാൻ, ഒരു പ്രശ്നം പറയാൻ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ വേഗം മാറ്റത്തില്ലേ? ഓഫീസിലെ ബോസ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ച പുള്ളിയുടെ മുമ്പിൽ പോയിരുന്ന കാലും കയറ്റി മൊബൈലിൽ കുത്തിയിരിക്കും. ഇല്ല, നമുക്കപ്പോൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ അറിയാം. പക്ഷേ ചിലപ്പോൾ ഉണ്ടല്ലോ വീട്ടിലുള്ളവരോട് ഇങ്ങനെയൊക്കെ കാണിച്ചു തന്നിരിക്കും അല്ലേ. അപ്പം ഈ ഡിസ്മിസീവ് ബോഡി ലാംഗ്വേജ്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ നമ്മളുടെ പെരുമാറ്റ രീതികൾ, ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വീടുകളുടെ അകത്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പം അവർ പറയും ഒന്നും പറഞ്ഞില്ല, പക്ഷേ ഇങ്ങനത്തെ ബോഡി ലാംഗ്വേജ് കാണിച്ചാൽ തന്നെ പ്രശ്നമാവൂല്ലേ? റെസ്പെക്റ്റ് ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യും. അതായത് ഇപ്പം സംസാരിക്കാൻ വരുമ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയിരിക്കുക, നിങ്ങൾ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തോട്ട് നോക്കുക, ഇങ്ങനെയൊക്കെ കാണിക്കുക. എനിക്ക് അത്രയൊന്നും കാണിക്കാൻ ഇപ്പം അറിയത്തില്ല. ഓക്കെ, നോക്കിക്കേ. അപ്പം നമ്മൾ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർക്കുക റെസ്പെക്റ്റ് കാണിക്കുന്നതിന്. രണ്ടാമത്തെ കാര്യം, മേക്കിംഗ് ഡിസ്ഡെയിൻഫുൾ റിമാർക്സ്. അതായത് ബഹുമാനമില്ലാത്ത, അപമാനിക്കുന്ന വാക്കുകൾ പുറത്തോട്ട് വിടുക. ഇങ്ങനെ പറയാറുണ്ട്, ദ ടങ് ഹാസ് നോ ബോൺസ്. ഈ നാക്കിന് എല്ലില്ല, ബട്ട് ഈസ് സ്ട്രോങ് ഇനഫ് ടു ബ്രേക്ക് എ ഹാർട്ട്. എന്നാൽ ഒരു ഹൃദയം തകർക്കാനുള്ള ശക്തി അതിനുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ദ ടങ് ഹാസ് നോ ബോൺസ്. ഈ നാക്കിന് എല്ലില്ല, പക്ഷേ ഹൃദയങ്ങൾ തകർക്കാനുള്ള ശക്തി അതിനുണ്ട്. ഈ സ്ട്രോങ് ഇനഫ് ടു ബ്രേക്ക് ഹാർട്ട്സ് അല്ലേ. ചിലർ പറയും ഞാനത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ, ആരെന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല. ഇതാണ് അഹങ്കാരമുള്ള, അരഗൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ലക്ഷണം. ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നതല്ല ക്രിസ്തു ശിഷ്യൻ്റെ മാർഗം അല്ലേ. ഇത് കർത്താവ് പറഞ്ഞ നിസ്സാര എന്ന് പറയുന്നതിലൊരു പ്രശ്നമുണ്ടെന്നല്ലേ. അപ്പം മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നുന്നു, ഞാൻ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോസ്തലന്മാർ ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കട്ടെ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നല്ല വാക്കല്ലാതെ, കേൾക്കുന്നവർക്ക് എന്ത് കിട്ടണം? കൃപ ലഭിക്കണം. നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും പുറത്തോട്ട് വരണ്ടെന്ന്. നമുക്ക് പല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാം കേട്ടോ. അപമാനിക്കാൻ, ഡിസ്റെസ്പെക്റ്റ് ചെയ്യാനായിട്ട്. നമുക്ക് മറ്റുള്ളവരുടെ ഇൻ്റലിജൻസ്, അവരുടെ ബുദ്ധിയെ നമുക്ക് ഡിസ്റെസ്പെക്റ്റ് ചെയ്യാം. ഇങ്ങനെ പറയാമല്ലേ, എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇങ്ങനെ ഒരു 4 പ്രാവശ്യം പറഞ്ഞാൽ പിന്നീട് അവർക്കത് മനസ്സിലാക്കാനേ പറ്റത്തില്ല. കുടുംബങ്ങളുടെ അകത്തൊക്കെ സംഭവിക്കുന്ന സാധാരണ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുഞ്ഞിനോട് ഇങ്ങനെ പറയുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുഞ്ഞിന് പറ്റുന്നത് എന്താണെന്നറിയാമോ? ഇതിന് എത്ര പഠിച്ചാലും മനസ്സിലാവത്തില്ല, ഇങ്ങനെ എന്താ നിൻ്റെ തലയിൽ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞല്ല, ഡിസ്റെസ്പെക്റ്റ് ലാംഗ്വേജ് വരുമ്പോൾ ഇവർക്ക് ആൻസൈറ്റി ഉണ്ടാവും. ആൻസൈറ്റി വന്നു കഴിയുമ്പോൾ പിന്നീട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് പേടിയാകാൻ തുടങ്ങും, അവർ വെപ്രാളപ്പെടാൻ തുടങ്ങും. മനഃപൂർവ്വം ആയിരിക്കണം എന്നില്ല, പക്ഷെ അങ്ങനെ സംഭവിക്കാം. ഓക്കെ, അതുകൊണ്ട്
ഇങ്ങനത്തെ ലാംഗ്വേജ് ഞാൻ നേരത്തെ വായിച്ചതുപോലെ ഇറ്റ് ക്യാൻ ബ്രേക്ക് ഹാർട്ട്സ്, ഹൃദയങ്ങളെ അത് തകർക്കും. അത് നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ ഡിസ്റെസ്പെക്റ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്, അവർ വരുന്ന പശ്ചാത്തലത്തെ പരിഹസിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം, അങ്ങനെയൊന്നും പറയരുതെന്നല്ലേ. അങ്ങനത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലിയിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിൻ്റെയോ, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലൊക്കെ വരുമ്പോൾ ഭാര്യയും ഭർത്താവും അന്യോന്യം കുടുംബങ്ങളെയൊക്കെ അറിയുന്നവരായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റേ ആളുടെ കുടുംബത്തെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാതിരിക്കുക, അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഡിസ്റെസ്പെക്റ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്സ്. ഇനി ചിലവർ പറയും അതൊരു തമാശ ആയിട്ടാണ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ച് കളിയാക്കിയെന്ന് പറഞ്ഞാൽ, ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മളുടെ ഈ വാക്കുകളുടെ ഒരു പ്രശ്നമുണ്ട്. തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, തമാശ എന്തായിരിക്കണം? തമാശ ആയിരിക്കണം. തമാശയാവുന്ന എപ്പോഴാണെന്നറിയാമോ? പറയുന്ന ആൾക്കും അത് രസിക്കാൻ പറ്റണം, കേൾക്കുന്ന ആൾക്കും രസിക്കാൻ പറ്റണം. പറയുന്ന ആൾക്ക് ഭയങ്കര തമാശയും ചിരിയും, കേൾക്കുന്ന ആൾക്ക് വേദനിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ അത് തമാശയാവുമോ? അപ്പം നിങ്ങളുടെ പ്രശ്നം കൊണ്ടാന്ന് പറയരുത്. നമ്മൾ ആരോടാ എന്താ സംസാരിക്കുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. നമ്മളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളിത് തമാശ എന്നുള്ള തമാശയുടെ മറവിൽ കുത്താനുള്ളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, തമാശയായിട്ട് തന്നെ എടുക്കാം കേട്ടോ. നല്ല തമാശകൾ പറയണം, നമുക്കെല്ലാം തമാശ എല്ലാവർക്കും ഇഷ്ടമല്ലേ. പക്ഷേ തമാശയുടെ മറവിൽ വേദനിപ്പിക്കുന്നത് ഒന്നും പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി തമാശ പറയുമ്പോൾ രണ്ടുപേരും എൻജോയ് ചെയ്താലും നമുക്ക് ഇന്നത്തെ കാലത്തറിയാം അത് പൊളിറ്റിക്കലിയും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, തമാശകൾ ചിലപ്പോൾ രണ്ടുപേർക്കും വിവരം ഇല്ലെങ്കിൽ അവർ രണ്ടുപേരും ഇരുന്ന് തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ടാകും അല്ലേ. പക്ഷേ പൊളിറ്റിക്കലി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ തമാശയിൽ വരുന്നതെന്നും കൂടെ നോക്കുക. ഇനി ഡിസ്റെസ്പെക്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ടൈപ്പ്, അത് ഒക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ഉള്ളവരാണ്, അറിയാമല്ലോ. എല്ലാവരും ഒരുപോലെയൊന്നും അല്ല. ഒരു വീട്ടിൽ ഇരട്ടകൾ ഉണ്ടായാൽ പോലും ചിലപ്പോൾ രണ്ട് പേഴ്സണാലിറ്റിയൊക്കെ കാണാറുണ്ട്. ചിലപ്പം ഒരാൾ എക്സ്ട്രോവേർട്ട് ആയിരിക്കും, എല്ലാവരോടും മിണ്ടാൻ ഇഷ്ടമുള്ള, സഹകരിക്കാൻ ഇഷ്ടമുള്ള. ചിലവർക്ക് അതായിരിക്കില്ല, ചിലവർ ഇൻട്രോവേർട്ട്സ് ആയിരിക്കും. അവർക്ക് ചിലപ്പം കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം, അധികം ആൾക്കാരോട് സംസാരിക്കുന്ന ചിലപ്പോൾ അവർ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പേഴ്സണാലിറ്റി പോലെ തന്നെ എല്ലാവരും ആകണം എന്നുള്ളൊരു വാശിയുണ്ടല്ലോ, അത് ശരിയാകത്തില്ല. ഇപ്പം ഒരു വീട്ടിൽ ഇപ്പം 2-3 പിള്ളേരുണ്ടായിരിക്കട്ടെ, അതിൽ 2 പിള്ളേർ ഭയങ്കര എന്താ പറയുന്നത്, എല്ലാ പ്രോഗ്രാംസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, സ്കൂളിൽ പ്രൈസും എല്ലാം മേടിച്ചുകൊണ്ട് വരും. അതിൽ ഒരാൾ ചിലപ്പോൾ അതിൽ സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ളതായിരിക്കാം, ചിലപ്പം അധികം ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ ഇപ്പം ഫ്രണ്ട്സോ ഗസ്റ്റോ ഒക്കെ വീട്ടിൽ വരുമ്പോൾ മാതാപിതാക്കൾ ഒരു കമൻറ്റ് വിടുക എന്ന് വിചാരിച്ചോ, ഇത് രണ്ടുപേരും നല്ല മിടുക്കരാ, ഇവനെ ഒന്നിനും കോർത്തില്ല. ഇങ്ങനെ ഒരു 4 പ്രാവശ്യം കളിയാക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞിൻ്റെ മനസ്സ് ഇറ്റ് ക്യാൻ ബ്രേക്ക് ഹിസ് ഓർ ഹർ ഹാർട്ട്. നമ്മളത് മനസ്സിലാക്കുക, നമ്മുടെ നാക്കുകൊണ്ട് അവരുടെ ഒരു പേഴ്സണാലിറ്റി ടൈപ്പിനെ പരിഹസിക്കാതിരിക്കുക. ഓക്കെ, എന്നാൽ ഇതിൻ്റെ അർത്ഥം എൻകറേജ് ചെയ്യരുതെന്നൊന്നും അല്ല കേട്ടോ. നമ്മളുടെ വാക്കുകൾ കൺസ്ട്രക്റ്റീവായിട്ട് നമുക്ക് കറക്ഷന് ഉപയോഗിക്കാവുന്നതുമാണ്. അതുപോലെ ഡിസ്റെസ്പെക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ചോയ്സസ്, നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ നമുക്ക് ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരുടെ തെരഞ്ഞെടുപ്പുകളെ. ഇതാണോ ചിലപ്പം ഞാൻ പറയട്ടെ, ഒരു സാധാരണ സംഭവം പറയാം. ചിലപ്പോൾ ഒരാൾ അവർ വലിയ കാര്യത്തിലായിരിക്കും ഒരു ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുകൊണ്ട് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ പറയാം, ഇതെന്താണ് ഇത് ഇട്ടേക്കുന്നത്, ഒന്നും ചേരുന്നില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പം അവർ വലിയ ആഗ്രഹത്തിൽ ഇട്ടുകൊണ്ട് വന്നായിരിക്കും. എന്തിനാ വെറുതെ അത് പറഞ്ഞ വിഷമം ഉണ്ടാക്കിക്കുന്നത്? പക്ഷേ നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ടുള്ള നമ്മൾ കറക്ഷൻസിനെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. മറ്റൊരാൾക്ക് അതെങ്ങനെയാണ് അവരെടുക്കുന്നതെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ ഡിസ്റെസ്പെക്റ്റ് ഓഫ് അച്ചീവ്മെൻറ്റ്സ്. ഒരു കൊച്ചു കഷ്ടപ്പെട്ട് പരീക്ഷയ്ക്ക് 80% മാർക്ക് അവൻ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക്, ഇതാണോ മേടിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ആ ആൻസർ പേപ്പർ അപ്പനോ അമ്മയോ ഒരു ശ്രദ്ധയില്ലാതെ വെച്ചോണ്ടല്ലോ, ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാകാവുന്ന വിഷമമുണ്ട്. ഉഴപ്പിയിട്ട് 80 മേടിച്ചതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ കുഞ്ഞ് വളരെ അച്ചീവ്മെൻറ്റ് കൊണ്ടുവരുമ്പോഴത്തേക്ക് ചിലപ്പം സ്കൂളിൽ എസ്സേ റൈറ്റിങ്ങിന് 3rd പ്രൈസ് ആയിരിക്കും ആ കൊച്ചിന് കിട്ടിയത്. അതുകൊണ്ട് കൊടുക്കും, 3rd പ്രൈസാണോ, അപ്പുറത്തെ വീട്ടിലത്തെ ആ കൊച്ചിന് എത്ര ഫസ്റ്റ് പ്രൈസാണ് കിട്ടിയെന്ന് നമ്മൾ പറയത്തില്ലേ.
കുഞ്ഞുങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അംഗീകരിക്കപ്പെടണം, നമ്മളെ ആൾക്കാർ ബഹുമാനിക്കണം. ഇതെല്ലാവർക്കും ഉള്ള ഒരു എന്താ പറയുക, ഒരു ബേസിക് നീഡാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് റെസ്പെക്റ്റ് എവ്രി വൺ, അല്ലേ? അതുപോലെ അവർ ഡിസ്റെസ്പെക്റ്റ് ഓഫ് ലുക്സ്, നിറത്തിൻ്റെ പേരിൽ, പൊക്കത്തിൻ്റെ പേരിൽ, തടിയുടെ പേരിൽ, മെലിഞ്ഞതിൻ്റെ പേരിൽ. നമ്മളുടെയൊക്കെ കൾച്ചറിൽ അത് വളരെയധികം നമ്മൾ കാഷ്വലായിട്ട് പറയുന്നതാണ്, അങ്ങനത്തെ കമൻസും ഒക്കെ. പക്ഷേ ആളുകൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ബോഡി ഷേമിങ്ങിനെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് അറിയാം, അല്ലേ? അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഒരാളായിരിക്കുന്ന രീതി, അല്ലേ, ആ ഒരവസ്ഥ, അതൊക്കെ നോക്കി ഒക്കെ കറക്ഷന് വേണ്ടിയിട്ട് പറയുന്നതിനെക്കുറിച്ചേ അല്ല ഞാൻ പറയുന്നത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ, ഒരാൾക്ക് അയാളുടെ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ട്, ആ ഒരു ആഗ്രഹത്തിൽ ചെയ്യുന്നത് അത് വേറെ കാര്യം. പക്ഷേ പരിഹസിക്കാൻ വേണ്ടി, ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. അതുപോലെ തന്നെ വേറൊരു ഡിസ്റെസ്പെക്റ്റിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് യൂസിങ് ത്രെറ്റ്സ് ആസ് മാനിപ്പുലേഷൻ ടാക്ടിക്സ്. അതായത് ത്രെറ്റ് വേർഡ്സ്, അതായത് ഇപ്പം ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ, ഞാനിപ്പോൾ ഡിവോഴ്സ് ചെയ്ത് കളയും. ചിലപ്പം അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ ഈ ത്രെറ്റുകളില്ലേ, മാനിപ്പുലേറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആ ശീലം ഉണ്ടല്ലോ, അത് ഇറ്റ്സ് ഡിസ്റെസ്പെക്റ്റ്, ടോട്ടൽ ഡിസ്റെസ്പെക്റ്റ് ആണ്. അതുപോലെ ഇപ്പം കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അന്ന് നീ ചെയ്യടാ, ഫീസ് ഞാൻ തരത്തില്ലടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ത്രെറ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ ഞാൻ സ്കൂളിലോട്ട് വരട്ടെ, ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് നിന്നെ നാറ്റിക്കുമെന്നൊക്കെ. എല്ലാ വീടുകളിലും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, പക്ഷെ ചിലയിടത്തൊക്കെ സംഭവിക്കാറുള്ളത് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. അങ്ങനെ ത്രെറ്റ് പേടിച്ചിട്ട് ഒരു ബന്ധത്തിൽ തുടരേണ്ടി വരുന്നത് അത് തീർച്ചയായിട്ടും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ മോക്കിംഗ് ഇൻ പബ്ലിക് ഓർ പ്രൈവറ്റ്, പരിഹസിക്കുക, വീടിൻ്റെ അകത്തോ പുറത്തോ. ഞാനത് എടുത്തു പറഞ്ഞ എന്താണെന്നറിയാം, വീടിൻ്റെ അകത്തോന്ന്. ചിലപ്പോൾ വീടിൻ്റെ അകത്തുള്ള പരിഹാസം ആരും കേൾക്കത്തില്ല. ഭർത്താവും ഭാര്യയും അവരുടെ റൂമിലിരിക്കുമ്പം അന്യോന്യം പരിഹസിക്കുന്നവരുണ്ട്. ലുക്സിൻ്റെ പേരിലായിരിക്കാം, കഴിവുകളുടെ പേരിലായിരിക്കാം, അങ്ങനെയുള്ള പരിഹാസങ്ങളുണ്ടല്ലോ. അത് നമ്മൾ മനസ്സിലാക്കുക, വലിയ ഡിസ്റെസ്പെക്റ്റ് ആണ്. അത് ബന്ധങ്ങളെ ഏറ്റവും മോശമാക്കുന്നതാണ്. ഇത് പ്രൈവറ്റായിട്ട് ചെയ്യുമ്പോഴും പ്രശ്നമാണ്, പുറത്ത് നമ്മുടെ ബന്ധത്തിലുള്ളവരെ നമ്മൾ അപമാനിച്ചാലും അത് പ്രശ്നമുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് ഇതാണ്: നിൻ്റെ സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. എല്ലാവരെയും ബഹുമാനിപ്പിൻ. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച കാര്യം റെസ്പെക്റ്റ് എവ്രി വൺ. നമ്മുടെ കുടുംബജീവിതങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള സർക്കിള്, സഭയ്ക്കകത്ത് വരുമ്പോൾ, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത്, നമ്മുടെ ഓഫീസിൽ റെസ്പെക്റ്റ് ചെയ്യുന്നതിൽ ഒരു പടി മുമ്പോട്ട് കയറുവാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.